റെസ്റ്റോറന്റുകാർ ശ്രദ്ധിക്കുക, നമ്മുടെ നാദാപുരത്ത് വടകരക്കുള്ള സുഹൃത്തുക്കൾ കണ്ണൂർക്കാരൊക്കെ ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണം കൊടുക്കുക ഒക്കെ ഭയങ്കര ജിഹാദിന്റെ കൂലിയാണ്. ഇപ്പോഴത്തെ കാലത്തെ ചത്തതും ചാവാത്തതും ഒക്കെ കൊടുക്കണ കാലാണിത്. നല്ല ഭക്ഷണം കൊടുക്കുക, മനുഷ്യന്മാർ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. നമ്മൾ വേവിച്ചു കൊടുക്കുന്ന ഈ ഭക്ഷണമാണ് ഈ ജനങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാവാൻ പോകുന്നത്. ആ ഭക്ഷണം കഴിച്ചു കിട്ടുന്ന ആരോഗ്യത്തിലായിരിക്കും ഒരുപക്ഷെ അവന് നിശാംസ്കരിക്കുന്നത് മഗ്‌രിബ് എന്ന ഭക്ഷണമായിരിക്കും. അവൻ രാത്രി കഴിക്കുന്ന ഈ ഭക്ഷണം കൊണ്ടുള്ള ത്വാഖത്ത് കൊണ്ടായിരിക്കും എന്നാണ് സുബഹിസ്കരിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ മനുഷ്യന്റെ ഇബാദത്തിനെ സഹായിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക, പഴയതും പൊടിച്ചതും കൊടുക്കരുത്. രാവിലെ ഉണ്ടാക്കി കൊടുക്കുക, ഫ്രഷാണ്, ആ ഫ്രഷാണ്, തിന്നോക്ക് മനസ്സിലാവും ഫ്രഷ് അല്ലാന്ന്. അപ്പം തലേന്നത്തെ തന്നെ കൊടുക്കണതേ. സുബ്ഹാനല്ലാഹ്. അസ്കാ ത്വആമൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് റെസ്റ്റോറന്റ് അന്വേഷിച്ച് പോവുകയായിരുന്നു. എവിടെയാണ് ഭക്ഷണശാലയുള്ളത്? ഭക്ഷണശാല ഒരുപാട് സ്ഥലത്ത് കിട്ടാനുണ്ട്. അസ്കാ ത്വആമൻ, ഏറ്റവും നല്ല ഭക്ഷണം. ഒരു തമാശ ഉണ്ട്. നമ്മുടെ മസ്കറ്റിൽ നമ്മുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ ദാല് കറിക്ക് ക്യൂ ആണ്. നമ്മുടെ ഗുജറാത്തുകാർ മുഴുവനും ക്യൂ ആണ്. നിങ്ങൾ കട്ട് ചെയ്യണേ. അപ്പോ ഈ വെജിറ്റേറിയൻസ് ഒക്കെ ഇതാണല്ലോ കഴിക്കുക, ദാല് കഴിക്കുമല്ലോ, പരിപ്പേ. അപ്പൊ രാവിലെ സുബഹിക്ക് 5 മണി തൊട്ട് ക്യൂ ആണ്. അപ്പൊ ഇതിന്റെ മുതലാളി ഒരു പൊന്നാനിക്കാരനാണ്, നമ്മൾ അറിയുന്ന വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു, എന്റെ കുക്കുമാർ ഇത്ര സൂപ്പർ കുക്ക് വല്ലതുണ്ടോ? ഇങ്ങനെ ഇവർ 5 മണിക്ക് തന്നെ വന്ന് സഫായി നിന്ന് ഭക്ഷണം മേടിച്ചു ഭയങ്കര കച്ചവടം പൊടിപൊടിക്കുകയാണ്. അങ്ങനെ കുക്കിനോട് ചെന്ന് ചോദിച്ചു, ഇവര് വെജിറ്റേറിയൻസായി കഴിച്ചു പോണത്, മാംസാഹാരം കഴിക്കാൻ പറ്റാത്തവരാണ് കഴിക്കുന്നത്. അപ്പൊ ഒരു ദിവസം അദ്ദേഹം 4 മണിക്ക് കിച്ചണിൽ കയറി, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോ കുക്കൊരു പാകിസ്ഥാനിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല എന്താ അതിന്റെ മറിമായെന്ന് ചോദിച്ചു. എന്താ ആളുകൾ ഇങ്ങനെ ടേസ്റ്റ് പിടിച്ചു ഓടി വരാൻ കാരണം? അപ്പൊ ഒന്നുമില്ല, പരിപ്പ് ഞാൻ രാത്രി വേവിച്ചു വെക്കും, പിന്നെ തലേന്നത്തെ ചിക്കനും മട്ടനും മുഴുവട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, ജ്യൂസ് അടിച്ചിട്ട് അത് ഈ ദാല് കലക്കിയിട്ടാ കൊടുക്കണത്. അപ്പൊ ഈ ഒരു ടേസ്റ്റുള്ള ദാല് ലോകത്തവർക്ക് കിട്ടൂലല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് പൈസ ലാഭമായിരുന്നു നടത്തിക്കൊണ്ടുപോയാൽ, പക്ഷെ ഈ സാധുക്കൾ വരുന്നത് മാംസാഹാരം തിന്നാൻ പറ്റാത്തവർ പാടില്ല, എനിക്ക് വേണ്ടാന്ന് ചിന്തിച്ച് വരുന്നവരല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് ആ പരിപാടി നിർത്തിവെച്ചു. സുബ്ഹാൻ. ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കുട്ടി കലക്കി കൊടുക്കാണ്. സുബ്ഹാനല്ലാഹ്. അസ്കാ ത്വആമൻ, ഏറ്റവും പരിശുദ്ധിയുള്ള ഭക്ഷണം അന്വേഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഏറ്റവും പരിശുദ്ധിയുള്ള ഭക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണം ത്വയ്യിബാവണം, ഹലാലുമാവണം. ഹലാലൻ ത്വയ്യിബ, അങ്ങനെ പറഞ്ഞത്. ഹലാലായ ഭക്ഷണമാവണം, ത്വയ്യിബമാവണം, നല്ല പരിശുദ്ധിയും അള്ളാഹുവിന് പൊരുത്തുള്ളതാവണം. ഹലാലാണ് പക്ഷേ വാങ്ങിച്ച പൈസ ഹറാമാണ്, അങ്ങനെ വേണ്ട. ഹലാലൻ ത്വയ്യിബൻ. അതുകൊണ്ട് ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, റെസ്റ്റോറന്റും കഫ്തീരിയൊക്കെ നടത്തുന്ന എന്റെ ബഹുമാന്യരായ മുതലാളിമാരെ, എന്ത് ചെയ്യണം? നല്ല ഭക്ഷണം കൊടുക്കണേ, ജനങ്ങളെ വഞ്ചിക്കരുത്. നിങ്ങൾ നല്ല ഭക്ഷണം ഇക്കാലത്ത് കൊടുത്താൽ നിങ്ങൾ ചെയ്യുന്നൊരു ധർമ്മ സമരമാണത്. അതൊരു ജിഹാദിന്റെ കൂലി കിട്ടും. ആളുകളെ വഞ്ചിക്കരുത്, നല്ല ഭക്ഷണം കൊടുക്കുക. നമ്മൾ കഴിക്കാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ കഴിക്കാത്തത് കൊടുക്കാൻ പാടില്ല. നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതേ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.